2026 ഫെബ്രുവരി 15 ഞായറാഴ്ച മഹാശിവരാത്രി. ദൃക് പഞ്ചാംഗമനുസരിച്ച് ചതുർദശി തിഥി വൈകുന്നേരം 5:04 ആരംഭിച്ച് അടുത്ത ദിവസം വൈകുന്നേരം 5:34 അവസാനിക്കുന്നു. മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് 3 പ്രധാന ഐതിഹ്യങ്ങളാണുള്ളത്. ഈ ദിനത്തിലാണ് ശിവനും പാർവതിയും വിവാഹിതരായതെന്നാണ് അതിലൊന്നാമത്തെ വിശ്വാസം. പാലാഴി മഥനത്തിൽ ഉയർന്ന കാളകൂട വിഷം ലോകരക്ഷയ്ക്കായി ശിവൻ പാനം ചെയ്തു. ശിവന് ആപത്തുണ്ടാകാതിരിക്കാൻ പാർവതീദേവി അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ പിടിച്ച് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഇതിന്റെ സ്മരണയ്ക്കായാണ് ശിവരാത്രിയിൽ ഉറക്കമിളച്ച് ആരാധിക്കുന്നതെന്നാണ് മറ്റൊന്ന്. ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള തർക്കം തീർക്കാൻ ശിവൻ അനന്തമായ ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെട്ട ദിനമാണിതെന്ന് ലിംഗപുരാണം പറയുന്നു. വ്രതം, പ്രാർത്ഥന, ധ്യാനം എന്നിവയിലൂടെ ജീവിതത്തിൽ നിന്ന് അന്ധകാരമകറ്റി അറിവിന്റെയും ആത്മീയതയുടെയും പ്രകാശമുണർത്തുന്ന സുദിനമാണ് മഹാശിവരാത്രി. ശിവരാത്രി വ്രതം ലളിതമായി അനുഷ്ഠിക്കാം. തലേ ദിവസം ലഘുഭക്ഷണം. ശിവരാത്രി ദിവസം പുലർച്ചെ കുളിച്ച് ഒരിക്കലോ ഫലങ്ങൾ ഭക്ഷിക്കുകയോ പൂർണ്ണ ഉപവാസമോ ചെയ്യാം. രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ഓം നമഃശിവായ ജപിച്ച് ശിവചിന്തയിൽ കഴിയുക. അടുത്ത ദിവസം ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. ശിവരാത്രി ദിവസം പാൽ, തേൻ, നെയ്, ജലം എന്നിവയാൽ അഭിഷേകം നടത്തുന്നതും ഭഗവാന് കൂവളത്തിലെയും പുഷ്പങ്ങളും അർപ്പിക്കുന്നതും വിശിഷ്ടമാണ്. ഈ മഹാശിവരാത്രി നിങ്ങളെ ആത്മീയ ശാന്തിയിലേക്കും ശക്തിയിലേക്കും നയിക്കട്ടെ. ഓം നമഃശിവായ.